ജസ്റ്റിസ് വി രാംകുമാർ, ഈ റിപ്പോർട്ടിലെ നടപടികൾ വേണമെന്നും അത് കഴിയില്ല, ശുപാർശകൾ മാത്രം നടപ്പിലാക്കാം എന്നുള്ളതുമാണ് രണ്ട് വാദങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ നിയമ വിദഗ്ധരൊക്കെ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അങ്ങയുടെ അഭിപ്രായം എന്താണ്? സർക്കാരിന് എന്തു ചെയ്യാൻ കഴിയും ഇങ്ങനെയൊരു റിപ്പോർട്ട് കയ്യിൽ വന്നാൽ? സ്വാഭാവികമായി കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരമായിരുന്നു വെച്ചാൽ അതൊരു ഫാക്ട് ഫൈൻഡിങ് ബോഡി മാത്രമാണ്. ഗവൺമെന്റിന് അത് വേണമെങ്കിൽ കോൾഡ് സ്റ്റോറേജിൽ വെക്കാം. പക്ഷേ ഇത് കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരമുള്ള അല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കമ്മിറ്റിയല്ലേ, വേറെ ജസ്റ്റിസ് ഹേമ കൂടാതെ വേറെ 2 മെമ്പേഴ്സ് കൂടി ഉണ്ടല്ലോ. ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആയതുകൊണ്ട് ഇത് കമ്മീഷൻ ഓഫ് എൻക്വയറി റിപ്പോർട്ടായിരുന്നെങ്കിൽ ആ റിപ്പോർട്ട് ആ കമ്മീഷൻ ഓഫ് എൻക്വയറി വിസ്തരിച്ച സാക്ഷികളുടെ മൊഴികളൊന്നും സിവിൽ കോടതിയിലോ ക്രിമിനൽ കോടതിയിലോ അവരെ അത് വെച്ച് കൺഫ്രണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് കമ്മിറ്റി ആയതുകൊണ്ട് കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് അപ്ലിക്കബിൾ അല്ലാത്തതുകൊണ്ടും ആ ആക്ടിന്റെ സെക്ഷൻ 6 ബാധകമല്ലാത്തതുകൊണ്ടും ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് സർക്കാരിന് നടപടികൾ എടുക്കാം, കേസ് ഫയലാക്കാം.